ഡ്രെയിനേജ് സ്പോട്ടുകൾ കൊടുക്കുമ്പോൾ അത് താഴത്തോട്ട് ഡൗൺവേർഡ് കോർക്കട്ട് ചെയ്തിട്ടുള്ള ഡ്രെയിനേജ് സ്പോട്ടുകൾ സ്ലാബിന് പ്രൊജക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. താഴത്തോട്ടായതുകൊണ്ട് വെള്ളം കെട്ടിക്കിടക്കാതെ മാക്സിമം ഒഴുകിപ്പോവും, ഇല മുതലായ കാര്യങ്ങളിൽ കൊണ്ടുള്ള ബ്ലോക്കുകൾ വരാറില്ല. അതുപോലെ സൈഡിലേക്കൊക്കെയാണ് കൊടുക്കണമെങ്കിൽ താഴത്തോട്ടാണെങ്കിൽ പോലും മിനിമം 4 ഇഞ്ച് വ്യാസമുള്ള 4 ഇഞ്ച് ഡയമീറ്റർ ഉള്ള പൈപ്പുകൾ കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഒരു 4 മാവിന്റെ ഇല വന്നാൽ പോലും കെട്ടിക്കിടക്കാതെ എല്ലാ വെള്ളവും ക്ലിയർ ആയിട്ട് ഒഴുകി പോവുള്ളൂ. നമ്മളിപ്പോ ഒരു കാറ് വാങ്ങിച്ചിട്ട് ആ കാറ് ദിവസം 500 കിലോമീറ്റർ വെച്ച് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ആ കാറിന് ലൈഫ് കുറവായിരിക്കും. എന്ന് പറയും പോലെ നമ്മൾ റൂഫിലും സൺഷെയ്ഡിലും വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മുകളിൽ ലോങ് പോണ്ടിന് വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതൊരു വാട്ടർ ടാങ്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അപ്പോ നമുക്ക് ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ ലൈഫ് കുറയാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് സ്പോട്ടിന്റെ എണ്ണവും വലുപ്പവും വളരെ ഇമ്പോർട്ടന്റ് ആണ്.